Praise the Lord. എന്ന് നമുക്ക് ഒരുമിച്ച് കടന്നു ദേവോചനം പഠിക്കുവാനായി സമാധാനം തുടരുവാനായി ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവവും എല്ലാ മഹത്വവും നടത്താൻ നൽകി എല്ലാവർക്കും വിശ്വത്താവിന്റെ നാമത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം 8-ാം അധ്യായത്തിന്റെ 27 വരെയുള്ള വാക്യങ്ങളാണ് നാം ഓർത്തത്. 8-ാം അധ്യായം ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. നീതീകരണത്തിന്റെ സംരക്ഷണം എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. നീതീകരണത്തിന്റെ സംരക്ഷണം. 6-ാം അധ്യായം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 7-ാം അധ്യായം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 8-ാം അധ്യായം ശരീരത്തിൽ നിന്ന് ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതാണ് 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ നമ്മൾ 4 തിരിച്ചു. 4 സ്വാതന്ത്ര്യം. 1 ന്യായനിഷ്കാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, 2 പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് അതിന്റെ 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അല്ലെ. നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം. 8-ാമത്തെ 8-ാം അധ്യായത്തിൽ 3-ാമത്തെ ഉപശേഷമായിട്ട് 18 മുതൽ 30 എഴുതിയിരിക്കുന്നത്. അതൊരു 28 ആക്കില്ലേ. 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നിരാശയിൽ നിന്ന് സ്വാതന്ത്ര്യം. ആർക്കൊക്കെ നിരാശ? സൃഷ്ടിക്ക്. അപ്പൊ സൃഷ്ടി എന്ത് ചെയ്യുന്നു? നിരാശപ്പെട്ട് എന്ത് ചെയ്യുന്നു? ഞെരങ്ങുന്നു. എന്തോടുകൂടെ? ആശയോടുകൂടെ. എന്താണ് ആശ? ദൈവപുത്രന്മാർ വെളിപ്പെടും. ദൈവമക്കളുടെ തേജസ്സാകുന്ന ആശ സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ആശയോടുകൂടെ സൃഷ്ടിക്കാതിരിക്കുന്നു. പിന്നെ ആരാ നിരാശപ്പെടുന്നത്? ദൈവമക്കൾ ഞെരങ്ങുന്നു. നമ്മൾ ഞെരങ്ങുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് ആശയോടെ കാത്തിരിക്കുന്നു. പിന്നെ ആരാണ് ഞെരങ്ങുന്നത്? പരിശുദ്ധാത്മാവ് ഞെരങ്ങുന്നു. എന്താണ് കാരണം? പരിശുദ്ധാത്മാവ് എന്താണ് കാരണം? സ്തോത്രം. ഒരാൾ പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് പ്രാർത്ഥനയുടെ രീതി അല്ലെങ്കിൽ ആരോട്, ആരിലൂടെ, ആരുടെ നാമത്തിൽ, അതൊന്നും അറിയില്ലെന്നല്ല. അതൊക്കെ അറിയാം. പക്ഷെ എന്തറിയില്ല? ദൈവഹിതം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് 28-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം അതാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. മോള് പറഞ്ഞത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറാനാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആര് കരുതുന്നു? പരിശുദ്ധാത്മാവ് കരുതുന്നു. എന്തുകൊണ്ട് കരുതുന്നു? ചെറുക്കൻ വലുതായി, മകനെ വലുതായി. അപ്പൊ അവൻ പറയുന്നത് ഡ്യൂക്ക് ബൈക്ക് മേടിക്കണമെന്നാണ്. 2 ലക്ഷത്തിന് എനിക്ക് അറിഞ്ഞൂടാ, 2 ലക്ഷങ്ങൾ വരെയുള്ള ഡ്യൂക്ക് ബൈക്ക് മേടിക്കണം. അപ്പൊ അപ്പൻ പറയുന്നത് അത് വേണ്ട. അപ്പൻ ഞെരങ്ങാണ്. കാരണം ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് റോഡിൽ ആക്സിഡന്റ് ഉണ്ടായി അവിടെ പിള്ളേര് മരിച്ചൊക്കെ കണ്ട് കേട്ടുള്ളതുകൊണ്ട് അപ്പനെ എന്താ ഞെരക്കം. പക്ഷെ ചെറുക്കം പറയുന്നത് എനിക്ക് എന്ത് മതി, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ബഹളം, വീട്ടിലെ സാധനങ്ങൾ പൊളിക്കുന്നു. അപ്പം സാധാരണ ചരിത്രത്തിൽ പറയുന്നത് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഒന്നുകൂടെ ഞാനത് ടിവിയിൽ കണ്ടു. ചില പാസ്റ്റർമാരെ പ്രസംഗിക്കുന്നത് നമ്മൾ 3 പേര് 5 പേരും കൂടെ ഒത്തൊരുമിച്ചുകൂടെ ഐക്യമത്യപ്പെട്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും എന്ത് തടസ്സം? ഈ ജഡത്തിന്റെ ആസക്തികളൊക്കെ നിറവേറ്റാനുള്ള
അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആര് നിരങ്ങും? പ്രാർത്ഥിക്കും ആര് നിരങ്ങും? പരിശുദ്ധാത്മാവ് നിരങ്ങും. പരിശുദ്ധാത്മാവ് അവിടെ 27 വാക്യം, പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് നമ്മുടെ ഹിതങ്ങളെയൊക്കെ അവിടെ തിരിച്ച് ചെയ്ത് കളഞ്ഞാൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആണ് ആ പ്രാർത്ഥനകളെ ദൈവസേനയിലേക്ക് കൊണ്ടിരിക്കുന്നത്. ആര്? പരിശുദ്ധാത്മാവ്. അവിടെയാണ് 28 വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ശരിക്കും ദൈവഹിതം. ദൈവഹിതം എന്താണ്? ദൈവഹിതം എല്ലാവർക്കും നല്ലതിനാണ്. ആർക്ക്? എല്ലാവർക്കും എന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് 28 വാക്യത്തിൽ. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും. ഈ രക്ഷ ഈ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ്. വിവാദ വിഷയമാണ്, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. നിർണയപ്രകാരം വിളിക്കപ്പെട്ട അത് വിളിക്കപ്പെട്ട നമ്മളാരും കയറി വന്ന ആളുകളല്ല, ആണോ? നമ്മുടെ ഇഷ്ടത്തിൽ വന്നതല്ല, ദൈവം വിളിച്ചതാണ്. നമ്മൾ വായിക്കുന്നത് സ്വർഗീയ വിളി. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് സ്വർഗീയമായ വിളിക്കേറ്റ് വന്നവരാണ്. ദൈവം വിളിച്ചതാണ്. ദൈവം മുന്നേ വിളിച്ചിട്ട് കടന്നു വന്ന ആളുകളാണ്. അങ്ങനെ കടന്നു വന്ന മിനുസോന്റെ ജീവിതത്തിൽ ഒരു ചെറിയോ വലുതായ ഏത് കാര്യം സംഭവിക്കണമെങ്കിൽ ആ തലയിലൂടെ ഒരു മുടി താഴെ വീഴണമെങ്കിൽ ആരറിയണം? ദൈവം അറിയണം. അതാണ് വിശ്വാസം. ആ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. അതാണ് 28 വാക്യം പറയുന്നത്. രാവിലെ കർണാടകന്റെ മരണം കേട്ടപ്പോ വല്ലാത്ത വിഷമായിരുന്നു. മരണം അദ്ദേഹം ഈ കസേരയില് സെൻട്രലിലെ കസേരയിൽ ഞാൻ അങ്ങോട്ട് ഇപ്പുറത്ത് കയറിച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ വിജയനഗരത്തിൽ 4 പേരെ അത് 15 വർഷമായിട്ട് ഒത്തിരി സഭകൾ 10-50ഓളം സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു. വലിയ വിദ്യാഭ്യാസമൊന്നും ദൈവത്തെ ഉപയോഗിച്ച് ഞാൻ പോയിട്ടുണ്ട് അവിടെ. വിജയനഗരത്തിനുള്ള സഹോദരന്മാരെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. ഞായറാഴ്ച സംസാരിച്ചതാണ്. ഭയങ്കര സങ്കടമായിപ്പോ. എനിക്ക് കരുതല് അടക്കാനായിട്ട് കഴിയില്ല ഇപ്പോഴും. അപ്പൊ നമുക്ക് അത് മാനുഷികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ വചനം പറയുന്നു, ദൈവം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നത്. കർണാടക ദൈവത്തെ സ്നേഹിക്കുന്ന, തന്റെ ജീവിതം കർത്താവിന് വേണ്ടി ഹോമിച്ച ഒരു ദൈവദാസനാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന് പരമാധികാരിയായ അത്യുന്നതനായ ദൈവത്തിന്റെ നിർണയപ്രകാരം ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തിനല്ല? ദോഷത്തിനല്ല, തിന്മയ്ക്കല്ല. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല, രക്ഷിക്കപ്പെടുന്നുമില്ല, താൻ അറിയുകയില്ല, പരീക്ഷിക്കുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് എന്താണ് നന്മ. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതിലെന്താണ് നന്മ എന്ന് പ്രത്യക്ഷമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമ്മുടെ ബുദ്ധിമുട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഈ വിഷമം ഉണ്ടാകുന്നത്, സങ്കടം ഉണ്ടാകുന്നത്, നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കൂടെയൊക്കെ ദൈവത്തിന് എന്ത് ചെയ്യാനായിട്ട് കഴിയും? കുറേയധികം കാര്യങ്ങൾ, അത്ഭുതങ്ങള് തന്റെ ജനത്തിന് വേണ്ടി, തന്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഈ മരണത്തിലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ലാസർ മരിച്ചു പറഞ്ഞു വന്നപ്പോ ഓർമ്മയോ ഒന്നും പറയോ? ലാസർ മരിച്ചു കഥാവ് പറഞ്ഞത് ഈ ദീനം എന്തിനല്ല? മരണത്തിനല്ല. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അത്ര എത്തുന്ന കഥാവ്. അപ്പൊ സകലവും നന്മയ്ക്കായി കൂടി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസം വരും. നമുക്ക് ഈ കാര്യങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലെങ്ത് കുറയുകയും അനാവശ്യമായ കുറേ പ്രാർത്ഥന ഇല്ലാതെയാകുകയും ഒക്കെ ചെയ്യും. വീട്ടിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും
നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. കാരണം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി, ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേലും ശരിയാണോ? ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. നമ്മൾ കർത്താവിനെ കുറിച്ച് കൂടിപ്പോവാണ് കാത്തുകൊള്ളണമേ, അതാണ് ഇതാണ് നമ്മൾ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി വല്ല നമ്മുടെ ആകുലതകളും വ്യാകുലതകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുത്ത് കൊട്ടുകയാണ്, അവിടെ ചൊല്ലുകയാണ്. അതൊന്നും പറയേണ്ടത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആത്മീയമായ ഒരു ആത്മലോകത്തിൽ ജീവിക്കുന്ന ഒരു ആത്മീയമായ ദൈവകൃപയുടെ അടുത്ത് ജീവിക്കുന്ന ദൈവമക്കളെന്ന അവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയെ നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും കാലൊടിയുന്നതാണ് എനിക്കും എന്റെ കുടുംബത്തിനും അല്ല. ഒരു ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിൽക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് നല്ലതെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? സ്തോത്രം പറയാനായിട്ട് കഴിയും. അവിടെ ആളുകൾക്കുണ്ടാകുന്ന കാലൊടിഞ്ഞു കഴിയുമ്പോൾ നിലവിളിക്കേണ്ട ആവശ്യം ഇല്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽപ്പെട്ടു, അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. നമ്മളാണെങ്കിൽ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്, ഞങ്ങൾ ഞങ്ങൾക്ക് ആളുകളുണ്ട്, ഒന്നുമില്ല, അതൊന്നും തെറ്റാണെന്നല്ല. പക്ഷേ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ് എന്നുള്ളതാണ്. മുന്നോട്ട് പോകാം. അടുത്ത 4-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ഉപശീർഷകമാണ് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 29 മുതൽ 39 വരെയുള്ള അനേക സഹോദരന്മാരെ വാഞ്ചാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുകൂലമാകുന്നു. മുൻ നിയമത്തെ വിളിച്ചവരെ നീതീകരിച്ചവരെ തിരിച്ചു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിത്തന്നവൻ അവനോട് കൂടെ സകലം നമുക്ക് നൽകാതിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ പിന്തുണയ്ക്കും. നീതിയിരിക്കുന്നവൻ ദൈവം, വിശ്വസിക്കുന്നവൻ ആർ. ഇവിടെ ഒരു നമ്മുടെ ഹെഡിങ് ഭയത്തിലുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ തന്നെ പലപ്പോഴും സ്വഭാവവും രീതികളും നമ്മുടെ പ്രവൃത്തികളൊക്കെ പലപ്പോഴും നമ്മളെന്ത് ചെയ്യും? കുറ്റത്തിലുണ്ട്, ഭയപ്പെടും. സ്വർഗത്തിൽ പോവോ? ഇങ്ങനെയൊക്കെ ജീവിച്ച സ്വർഗത്തിൽ പോയി, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താകും എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ സ്വയത്തിൽ നിന്നും ഉണ്ടാകാം, മറ്റുള്ളവരിൽ നിന്നും ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോമാലേഖനത്തിൽ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റോമാലേഖനം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കോടതിയിലാണ്. കോടതി അപ്പം മനുഷ്യവർഗത്തിനെതിരെ കുറ്റപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു പ്രതിവാദി അപ്പുറത്ത് നിൽക്കുകയാണ്. പൗലോസ്ലീഹ ഇപ്പുറത്ത് നിന്ന് പറയുകയാണ്, ആ ജഡ്ജ്മെന്റ് സീറ്റിലിരിക്കുന്ന ന്യായാധിപതി തന്റെ പുത്രന്റെ ചങ്കിലെ ചോരയാൽ ചിലരെന്ത് ചെയ്തു? നീതീകരിച്ചു. അങ്ങനെ നീതീകരിച്ചവർ കുറ്റക്കാരല്ല, അവരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്, അവർ സ്വതന്ത്രരാണ്. പക്ഷേ ആ നീതീകരണത്തിൽ അവസാനിക്കുന്നില്ല. അതാണ് 30-ാമത്തെ വാക്യം. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ കണ്ടോ? ഉറപ്പ് നൽകുകയാണ്. എന്താണ് ഉറപ്പ്? എന്തിന്റെ ഉറപ്പാണ്? എന്തിന്റെ ഉറപ്പാണ്? തേജസ്കരണം. ഇവിടെ തേജസ്കരിക്കപ്പെട്ടോ? വിളിച്ചവരെ നീതീകരിച്ചവരെ വീണു തേജസ്കരിച്ചിരിക്കുന്നതാണ്. തേജസ്കരിച്ചോ? ഗ്ലോറിഫിക്കേഷൻ നടന്നോ? ഇല്ല, നടന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? തേജസ്കരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താ? ക്രിസ്തുവിൽ നമ്മൾ നമ്മൾ നേരത്തെ പഠിച്ച വാദവുമായി ചിന്തിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് എന്ത് ചെയ്തു? ഏകീഭവിച്ചു. അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ നമ്മൾ എന്തായി? പങ്കാളികളായി തീർന്നു. അപ്പൊ
കർത്താവിന്റെ പുനരുദ്ധാനത്തോട് വേണ്ടി ഭവിക്കും. അപ്പൊ അതിന് നമ്മൾ ഒന്നായി തീർന്നതിനാൽ നമ്മുടെ തേജസ്കരണ തത്വത്തിന് എന്ത് ചെയ്തു നടന്നു വരും. പൊസിഷൻ രണ്ടു വാക്യങ്ങൾ അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളെ പക്ഷെ ഒന്നുകൂടി ഒന്ന് വായിക്കണം. നമുക്ക് മക്കളെ പെട്ടെന്ന് വായിക്കണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാത്സല്യത്തിൽ തന്നെ കൃപയുടെ അത്യന്ത തലത്തെ വരുമാനങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമ്മോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. കണ്ടോ, അവിടെ എന്ത് കാണിക്കേണ്ടതെന്ന് ദൈവം അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്ത് വെളിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്തത്? കൃപയുടെ അത്യന്തത്തെ. നമ്മുടെ പിടിക്കുകയല്ല, നമ്മൾ നന്നായി ചെയ്യും. കേട്ടോ, അവൻ നന്നായി ജീവിച്ചുകൊണ്ടാണ് ഞാൻ ദൈവം സ്വർഗത്തിൽ കൊണ്ടുവന്നത് എന്നും പറയാൻ വേണ്ടിയിട്ടല്ല. ദൈവകൃപയുടെ അത്യന്തം തനത്തെ വരുമാനങ്ങളിൽ കാണിക്കേണ്ടതിന് നമ്മെ ക്രിസ്തുവിനോടുകൂടെ ചെയ്തു ഉയർപ്പിച്ച് സ്വർഗത്തിൽ എത്തിയിരിക്കുകയാണ്. ശരീരത്തിൽ നമ്മൾ ഇവിടെ കസേരയിൽ ഇരിക്കുന്നെങ്കിലും പൊസിഷണലി we are in heaven, we are in Christ. As Christ is in heaven, we are also in heaven. നമ്മൾ കർത്താവിനോടുകൂടെ എവിടെയാണ്? സ്വർഗത്തിലാണ്. പൊസിഷണലി നമ്മൾ കർത്താവിനാണെങ്കിൽ കർത്താവ് എവിടെയാണോ അവിടെയാണ് നമ്മൾ. അതെങ്ങനെയാണ് കൊലോസ്യർ പറയുന്നത്? 3-ാം അധ്യായത്തിന് 3-4 വാക്യങ്ങൾ. ഉയരത്തിലുള്ള ചിന്തിക്കുന്ന, ഉയരത്തിലുള്ള അന്വേഷിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. അതിന് 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-4 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ ഇവിടെ വെളിപ്പെടുന്നതല്ല. പിന്നെ നിങ്ങൾ മരിച്ച് മരിച്ച ആൾക്കല്ല എഴുതുന്നത്, കൊലോസ്യയിലെ വിശുദ്ധന്മാർക്ക്. അവിടെ അതുപോലെ നിങ്ങൾ എഴുതും മരിച്ച് നിങ്ങളുടെ ജീവനം ജീവിക്കുക, ക്രിസ്തുവിൽ മറന്നിരിക്കുകയാണ്. എവിടെ? അതാണ് സ്വർഗത്തിൽ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ ചെയ്യും. തേജസ്കരണം നടന്നു കഴിഞ്ഞു. രക്ഷയുടെ ഭദ്രതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കൃപയുടെ അടിസ്ഥാനത്തിൽ. കൃപയുടെ അത്യന്ത തലത്തെ വരുകാലങ്ങളിൽ കാണിക്കാം. ദൈവം കൃപയാലാണ് രക്ഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ ദൈവകൃപയിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഏവരും നീതീകരിക്കപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തേജസ്കരിക്കപ്പെടും. സുനിശ്ചിതമാണ്. കർത്താവ് താൻ തന്നെ പറഞ്ഞ വാക്കുകൾ 1-2 വാക്യങ്ങൾ നമുക്കറിയാം. പെട്ടെന്ന് വായിക്കാം. പെട്ടെന്ന് അറിയണേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 37 മുതൽ 39 വായിക്കും. യോഹന്നാൻ 6-37 മുതൽ അതിന് മുകളിലത്തെ വാക്യങ്ങളൊന്നും നമുക്ക് വേണമെങ്കിൽ വായിക്കാം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതെ വായിക്കും. 35 വായിക്കാം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവന് ഒരു നാളും കഴിക്കില്ല. ശരീരത്തിലെ വിശപ്പും ദാഹവുമാണോ? ആത്മാവിന്റെ തൃപ്തിയാണ്. ആത്മാവിന്റെ നാമത്തെയും വിശപ്പിനെയും ശമിപ്പിക്കാൻ ആർക്ക് കഴിയും? ക്രിസ്തുവിന് കഴിയും. എന്നിട്ടാണ് 37-ാമായി സോറി. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്ര ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. മനസ്സിലാവുന്നു. അവൻ എനിക്ക് തന്നവരെ ഒക്കെയും തന്നതിനെ ഒക്കെയും ഒന്നും നഷ്ടപ്പെടുത്താതെ ഒന്നും കളയാതെ അവയെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. കണ്ടോ, അതാണ് മുൻ നിയമനം. അയച്ചവന്റെ ഇഷ്ടം എന്താ?
ഈ മുൻനിയമിച്ചവരെ ആ വാക്യം അതാണ് 30ാമത്തെ വാക്യം നമ്മൾ വായിച്ച റോമാലേഖനത്തിന്റെ 30. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തിരസ്കരിച്ചു. അതാ ഒടുക്കത്തെ നാളിൽ അവരെ എല്ലാവരും ഒന്നുപോലും നഷ്ടമാകാതെ എല്ലാവരും വെറുതെ ലഭിക്കും. അതാണ് പിതാവിന്റെ ഇഷ്ടം. ഒന്നും കളയില്ല. കളയാതിരിക്കുന്ന പണി നമ്മുടെ അല്ല, ആരുടെ? കർത്താവിന്റെയാണ്, ക്രിസ്തുവിന്റെ ജോലിയാണ്. അതാഴേക്ക് നമുക്ക് ചിന്തിക്കും. ക്രിസ്തുവാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ 27, 28 വാക്യം. 27, 28, 29 വാക്യങ്ങളാണ്. നമുക്ക് 1-2 വാക്യം വായിച്ചാൽ മതി. ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ അറിയുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് എന്താ മനസ്സിലായി? എന്താ അർത്ഥം? രക്ഷയുടെ ഭദ്രതയാണ്. രക്ഷയുടെ ഭദ്രതയാണ്. പിശാചിനെ വിളിച്ചു പറയാൻ പറ്റൂ കർത്താവിന്റെ കയ്യിൽ നിന്ന്? അത് കൊലോസ്യർ പറയുന്നത് വാഴ്ചകളെ അധികാരങ്ങളെ അവൻ ചെയ്തു ആയുധവർഗം വെപ്പിച്ചിട്ടാണ് എന്നെ വിരുദ്ധനെയും ഒക്കെ കർത്താവ് തന്റെ കൈകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന. കർത്താവിന്റെ കയ്യിലാണ് നമ്മൾ. കർത്താവിന്റെ കയ്യിൽ നിന്ന് വിളിച്ചു വരയ്ക്കുക. എന്റെ ആളുകളുടെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ഇടയ്ക്ക് വെച്ച് പോകുന്ന ജീവനാണെങ്കിൽ നിത്യജീവൻ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ആ നിത്യജീവൻ കൊടുക്കുന്ന അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക. അടുത്ത വാക്ക് പറയുന്നത് എന്റെ പിതാവ് എന്നിൽ വലിയവനാകുന്നു, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും ആർക്കും കഴിയില്ല. ആ പിതാവിന്റെയും പുത്രന്റെയും കൈകളിലാണ് രക്ഷിക്കപ്പെട്ട, വിളിച്ച് നീതീകരിക്കപ്പെട്ട, വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും വിശുദ്ധന്മാരും ദൈവമക്കളും വിശുദ്ധന്മാരും ആ പിതാവിന്റെയും പുത്രന്റെയും കൈകളിലാണ്. അവർക്ക് പോലും അവരുടെ രക്ഷയെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അവിടെയാണ് താഴത്തെ വാക്യങ്ങൾ 29-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. താഴേക്ക് നമുക്ക് പോകാം. 31-ാം വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാകും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. ഇത് സംബന്ധിച്ച് നാം എന്ന് പറയേണ്ടു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ വഴക്കുണ്ടാകും. ദൈവം അനുകൂലം നിൽക്കുന്ന കാര്യമല്ലെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. നമ്മൾ അങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നത്. 32-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യമല്ല. ഏത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന് അവനോടുകൂടെ സകലം നൽകാതിരിക്കുന്ന പോലെ നമുക്ക് ചോറും കറിയും വീടും തരുന്ന കാര്യമല്ല. നീതീകരണം തന്ന ദൈവത്തിന് നമുക്ക് എന്ത് തരാൻ കഴിയും? വിശുദ്ധീകരണവും തേജസ്കരണവും തരാൻ കഴിയും. നമ്മെ നീതി തന്റെ പുത്രനെ ക്രൂശിൽ ബലിയർപ്പിച്ച് he didn't spare his own son. ദൈവത്തിന് ഏറ്റവും വിലയേറിയ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തരുന്നതിൽ നിന്ന് ദൈവം പിന്നോട്ട് പോയില്ല. സ്വന്തം പുത്രനെ ആദരിച്ചെന്ന് പറഞ്ഞാൽ ആ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാനായിട്ട് ദൈവം മടിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് പോകുന്ന പരിപാടി ദൈവത്തിന് ഇല്ലെന്നാണ് പറഞ്ഞത് സാരം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. ഇതും താഴ്ത്ത വാക്യം 33 കൂടെ ചേർത്ത് ചിന്തിക്കണം. ദൈവം നീതീകരിച്ചവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ ആ കുറ്റം ചുമത്തും, നീതീകരിക്കുന്നവൻ ദൈവം. നമുക്ക് പ്രതികൂലം ആരാണെന്ന് ചോദിച്ചാൽ കോടതിയിലും നമ്മൾ അവിടെയാണോ തുടങ്ങിയത്. റോമാലേഖനം 2-3 അധ്യായങ്ങളിൽ കോടതിയിലും വാദത്തിന് വാദം നടത്തുക. ഇവൻ തെറ്റുകാരനാണ്, പ്രിൻസ് പാപിയാണ്, പ്രിൻസ് നരകത്തിൽ പോകണം, മരണയോഗ്യനാണ്, ന്യായപ്രമാണം വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പത്തൊന്ന് പറയുകയാണ് പ്രിൻസ് നരകത്തിൽ പോകുന്നില്ല, പ്രിൻസ് കുറ്റവാളിയല്ല, പ്രിൻസ് എന്റെ പുത്രന്റെ ജഡ്ജ്മെന്റ്സിൽ നിന്നും വിധി പ്രസ്താവന വരികയാണ്. ജഡ്ജി വിധിക്കുകയാണ്. എന്ത്? എന്റെ പുത്രൻ അവന് പകരമായിട്ട് എന്ത് ചെയ്തു? മരിച്ചു. അവന്റെ മരണത്താൽ, അവന്റെ ചങ്കിലെ ചോരയാൽ പ്രിൻസ് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് എന്റെ കൃപയിൽ ഞാൻ ഒരിക്കൽ രക്ഷമാർഗങ്ങൾ വിശ്വസിച്ചതിനാൽ. അല്ല, അവൻ ഇങ്ങനെ ഓരോ ഇടപാടുകളും തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെ, പക്ഷേ
അവന് വേണ്ടി അവർക്ക് നമ്മൾ ഒരു 34 വാക്യം അവന് വേണ്ടി പുത്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൂടെ വായിച്ചു പോവാം. 34 വാക്യം. ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. സ്തോത്രം. തീർന്നില്ല. അതാണ് ആ 32-ന്റെ അർത്ഥം. എന്ത്? സ്വന്തം പുത്രനെ തന്നിട്ട് ഇടയ്ക്ക് വെച്ച് വിടുകയല്ല. ഈ പുത്രൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, നമ്മുടെ വിശുദ്ധീകരണത്തെ തികയ്ക്കാൻ. നീതീകരിച്ച വിശ്വാസത്താൽ വിശുദ്ധീകരണത്തെ തികയ്ക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് ചെയ്യുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മിൽ പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. മറ്റ് 6-ാം വാക്യത്തിൽ പറയുന്നത്, നാം നമ്മെ തന്നെ വഞ്ചിക്കും. നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മോട് സകല അനീതിയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ വിശ്വസ്തനും. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അബദ്ധവശാൽ ആരെങ്കിലും പാപം ചെയ്ത പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്. മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അതിനാ നീതീകരണം പ്രാപിച്ചത്, എല്ലാവർക്കും അല്ല, നീതീകരണം പ്രാപിച്ചവര് അവരുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവരുടെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവരെ വിശുദ്ധീകരിക്കാനായിട്ട് ക്രിസ്തു പിതാവിനെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? പക്ഷപാതം ചെയ്യണം. 100 പേര് കുറ്റം വന്നാൽ, പിശാച് വന്നാൽ, അതെ ഇത് നിന്റെ ആളല്ല, ഇത് എന്റെ ആളാന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ദൈവം നീതീകരിച്ചവരെ ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും, ദൈവം നീതീകരിച്ചവരെ ശിക്ഷ ലഭിക്കും. ആർക്കും ശിക്ഷ ലഭിക്കാൻ കഴിയില്ല. ദൈവമാണ് ദൈവം നീതീകരിച്ചത്. അപ്പൊ 32-ാം വാക്യം ഏതായാലും 32-ാം വാക്യം ഒക്കെ അതാ, സ്വന്തം പുത്രനെ ആഗ്രഹിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചവൻ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അവനോടുകൂടെ എന്താ തന്നെ നീതീകരണം ക്രിസ്തുവിനെ തന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്വന്തം പുത്രനെ ആഗ്രഹിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നീതീകരണം കിട്ടി. അവനോട് കൂടെ നമുക്ക് എന്ത് തരും? വിശുദ്ധീകരണവും തേജസ്കരണവും തരും. തേജസ്കരണം ഉണ്ടെന്നാണ് എന്ന് പറയുന്നത്. നീതീകരണത്തിൽ ആ ലക്ഷ്യത്തിന്റെ ഭൂരിഭാഗവും താണ്ടിക്കഴിഞ്ഞു. ലക്ഷ്യത്തിന്റെ ഭൂരിഭാഗവും താണ്ടിക്കഴിഞ്ഞു. ഇനി ഒരു അല്പം ദൂരമേക്കുള്ളൂ, ശേഷിക്കുന്നുള്ളൂ. ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ചു പോകുന്ന പരിപാടി കർത്താവിന് ഇല്ല. അവ എന്റെ കൈകളിൽ എന്താണ്? സുരക്ഷിതമാണ്. സമ്പൂർണമായി രക്ഷിക്കാനാണ് പ്രാപ്തനാണ്. ഇബ്രാഹിമിന്റെ വാക്യം ഓർമ്മ 7-ാമത്തെ 25-ാം വാക്യം. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. നിങ്ങൾ എഴുതി വെച്ചു, വാക്യം കിട്ടിയെങ്കിൽ തുറന്നു നോക്കിയോ. 7:25. അതുകൊണ്ട് അവനെ പൂർണ്ണമായി അതൊക്കെ കേൾക്കുമ്പോഴല്ലോ നമുക്ക് ആവേശം കൊണ്ട് തെളിയുകയാണ്. വേറെ ആരുടെയും സഹായം യേശുവിന് വേണ്ട. ചിലർ വിചാരിക്കുന്നത് അബദ്ധധാരണകൾ, അതിനൊരു സഹായം, ഇതിനൊരു സ്പെഷ്യൽ സഹായം, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറെ ആളുകൾ വേണമെന്നുള്ളതാണ്. വേണ്ട. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക്, വേറെ ആളുകൾ വഴി ദൈവത്തോട് അടുക്കുന്നവർക്ക് പലരും വേണ്ടി വരും. പക്ഷെ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്, യേശുവിനെ മാത്രം മധ്യസ്ഥമാവുന്നതിനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മെ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. ഇടയ്ക്ക് വെച്ചിരുന്ന പരിപാടിയിൽ
ഞാൻ അവയെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ഉയർത്തുകയും ചെയ്യുന്ന നാൾ വരുന്നു. അത് ദൈവം പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. അവൻ വിളിച്ചവരെ മുന്നറിഞ്ഞവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിയാലാക്കേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ നിയോഗിച്ചിരിക്കുന്നു. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാക്കേണ്ടതിന് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിർമ്മിച്ചു. അപ്പൊ നമ്മെ കർത്താവ് മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു. ദൈവത്തിന് ന്യായമുണ്ട്. ദൈവത്തിന് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നത്, ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവത്തിന് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യാം, തെരഞ്ഞെടുക്കുന്നതിന്. ഇനി അതിലൊരു മറ്റൊരു വശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മനുഷ്യനാണ് കൊടുക്കുന്നതെങ്കിലെന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് മനുഷ്യന് കൊടുത്തതിന്റെ ഒരു ഉദാഹരണമാണ് ഏതോ. തെരഞ്ഞെടുപ്പ് മനുഷ്യന് കൊടുത്താൽ മനുഷ്യന് ഒരിക്കലും ദൈവത്തെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല. മനുഷ്യൻ ബുദ്ധിമാനാണ്, ദൈവത്തിന്റെ സൃഷ്ടികളുടെ മകളമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ സർവലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ദൈവത്താൻ ഇൻഫ്ലുവൻസ് ആകുന്നതിനേക്കാൾ കൂടുതൽ ആരാണ്? തിന്മയാണ്. തൊഴിലേറ്റവും മനോഹരമായ വാക്യം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായതുകൊണ്ട് പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് സാധ്യത. ഞാൻ പറയാം, എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, ദൈവത്തിന്റെ അറിവിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയാത്തതുകൊണ്ട്, അറിവ് കൊണ്ട് ദൈവത്തെ ഒരിക്കലും മനസ്സിലാക്കാത്തതുകൊണ്ട് പ്രസംഗത്തിന്റെ ഭോഷത്വം കൊണ്ട് രക്ഷിപ്പാൻ ദൈവത്തിന് സാധ്യതയാണ്. അറിവാണ് മാനദണ്ഡമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കല്ലിന് പോയി സിമെന്റും പ്ലാസ്റ്ററും മരത്തിനെയൊക്കെ കുമ്പിടുന്നതുകൊണ്ട് അറിവ് എവിടെ പോയി? അപ്പൊ അറിവല്ല മാനദണ്ഡം. അപ്പൊ തിരഞ്ഞെടുപ്പ് ദൈവം മനുഷ്യന് കൊടുക്കാറുണ്ട്. ദൈവം താൻ തന്നെ കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്തു. ഞാൻ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർക്കാം. ബാക്കി ആരെയും ദൈവം ചെയ്യുന്നില്ല, തള്ളികളയുന്നില്ല. ആർക്കും ദൈവത്തിലേക്ക് വരാം, ദൈവത്തെ സ്ഥാപിക്കാം, തിരഞ്ഞെടുക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ദൈവം തന്നിലായി കുറച്ച് തിരഞ്ഞെടുത്തു. നമ്മൾ കുറച്ച് ആളുകളെ വിളിച്ചു പ്രോഗ്രാമിൽ, പക്ഷെ ബോർഡ് വെച്ചു, ഓളാ വെൽക്കം, എല്ലാവർക്കും സ്വാഗതം, ആർക്കും വരാം. ദൈവം സംവിധാനം ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രീഡെസ്റ്റിനേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം മുന്നേറിച്ച് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തന്റെ പുത്രൻ അനേകം നമ്മൾ ഈ വിഷയം നേരത്തെ പറഞ്ഞ ഒരാഴ്ച 3-2 ആഴ്ച പറഞ്ഞതാണ്. ഓർക്കുന്നുണ്ടോ? ക്രിസ്തു നമ്മുടെ ആരാ? യേശു കർത്താവ് നമ്മുടെ ആരാ? സഹോദരൻ, മനുഷ്യത്വം, ആദ്യജാതൻ. അപ്പൊ അവൻ കർത്താവ് അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ നമ്മെ ചെയ്തിരിക്കുന്നു. എന്താണ് സ്വരൂപം കർത്താവിന്റെ? എന്റെ തനി സ്വരൂപം നീ കാണും എന്ന് പറയാറില്ലേ? ആ വാക്യം നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് അറിയാമെങ്കിൽ പറയാം. എന്താണ് സ്വരൂപം?
conform to the image of his son, that to become, to conform to the image of his son, to conform to the image. ആ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇമേജ് എന്നാണ് പറയുന്നത്. ഇമേജ് ഒക്കെ അവന്റെ എല്ലാ ഇമേജും പോയി പറയുന്നത് അതെന്നാ നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പുറമേ കാണുന്നതാണ്. അവനൊരു വ്യക്തിത്വമില്ല എന്ന് പറയും. അവനൊരു വ്യക്തിത്വം, ആള് വ്യക്തിയല്ലേ, വ്യക്തിയാണ്. പിന്നെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷതയാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇമേജ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയുമായി ബന്ധപ്പെട്ടതാണ് ഇമേജ്. അപ്പൊ കർത്താവിന്റെ ഇമേജ് എന്താ? എന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന സ്വഭാവ സവിശേഷത, എന്റെ വ്യക്തിത്വം അല്ലേ? കർത്താവിന്റെ ഇമേജ് എന്താ? To conform to the image of his son. എന്താണ് ഇമേജ്? എന്താണ് സ്വരൂപം? സിമ്പിളാണ്. അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചറിയോ? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അവിടെ ഇമേജ് എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഇമേജിലാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ആ സ്വരൂപം എന്താ? ഇങ്ങനത്തെ രൂപമാണ് അല്ല, ദൈവത്തിന്റെ ധാർമ്മിക ഗുണം, മോറൽ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ധാർമ്മിക സ്നേഹം, കരുണ, വിശ്വസ്തത, സത്യം, നീതി, ന്യായം, പരോപകാരം, ദയ, ഇങ്ങനെയുള്ള ദൈവിക ധാർമ്മിക ഗുണങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ അതെന്ത് ചെയ്തു? നശിപ്പിച്ചെന്ന്. അതാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ നിരാശയിൽ നിന്നുള്ള വിടുതൽ. ഞരക്കത്തിന്റെ കാര്യം നശിപ്പിച്ചിട്ട് ഈ ഞരങ്ങുന്ന കിടക്കുന്നത്, ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഈ ഞരങ്ങുന്നത്. അപ്പം നമ്മെ രക്ഷിച്ചു വരുന്നത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല, പിന്നെ ഈ പുത്രന്റെ സ്വരൂപത്തോടെ എന്ത് ചെയ്യണം? അനുരൂപപ്പെടുത്തുവാനാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വാക്യത്തിന് 2 മാനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒന്ന്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ളത് പുത്രന്റെ സ്വഭാവത്തോട് എന്ത് ചെയ്യാം? അനുരൂപപ്പെടുക, കൺഫേം ആവുക, ഒന്നായി തീരുക, ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുക, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുക, ക്രിസ്തുവിനെ പോലെ സത്യമുള്ളവരായിരിക്കുക, ക്രിസ്തുവിനെ പോലെ നീതിയുള്ളവരായിരിക്കുക, ക്രിസ്തുവിനെ പോലെ മനസ്സലിവുള്ളവരായിരിക്കുക, ക്രിസ്തുവിനെ പോലെ ന്യായമുള്ളവരായിരിക്കുക, ക്രിസ്തുവിനെ പോലെ കരുണയുള്ളവരായിരിക്കുക, ക്രിസ്തുവിനെ പോലെ ഇന്ദ്രിയ ജയമുള്ള ക്രിസ്തുവിനെ പോലെ പരോപകാരമുള്ളവരായിരിക്കുക. അതാണ്. ഇനി അതിന്റെ മറ്റൊരു മാനം എന്ന് പറഞ്ഞാൽ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നീതീകരണം പ്രാപിച്ചവർ തേജസ്കരിക്കപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ തന്റെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്നെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ശാരീരികമായി രൂപാന്തരപ്പെടും ഭാവി. പക്ഷെ ഇപ്പോഴെന്ത് വേണം? സ്വഭാവത്തിൽ എന്ത് ചെയ്യണം? അനുരൂപപ്പെടണം. അവന്റെ സ്വഭാവത്തോട്, അവന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടണം നമ്മൾ. അത് വേണ്ടത് എങ്ങനെയോ പറയാൻ അല്ല. എന്തിനാണ് ഉന്നയിച്ചത്? എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് നീതീകരിച്ചത്? ഈ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, കാണുന്ന ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിയായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. എന്നാൽ അവൻ വെളിപ്പെടുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും.
എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടാണ്. നമ്മൾ ഇന്നതാവുമെന്ന് നമ്മൾ അറിയില്ല, പക്ഷെ എങ്ങനെയാവും? കർത്താവിനെ പോലെയാവും. അതാണ് സ്വരൂപത്തോട് ഏകീകരിക്കുന്നത്. അപ്പോ ശരീരത്തിലും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെടും എന്നുറപ്പ്. മറ്റൊന്ന് സ്വഭാവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് വിശുദ്ധീകരണം. കൂടുതലത്തെ കാര്യങ്ങൾ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുക കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഷ്ടതയോ ആവോ ആവോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതിരിക്കുന്നത് അർപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ ദൈവത്തെ ചെയ്യുന്നു. കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചു, നമ്മൾ കർത്താവിനെ സ്നേഹിക്കും. ഈ സ്നേഹബന്ധം ഒരു അവിഛിന്നമായ ഒരു സ്നേഹബന്ധമാണ്. അതിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക്, അതാ മറ്റൊരു വാക്യം പറഞ്ഞ ലോകത്തിലെ ദുരിതങ്ങൾക്ക്, ലോകത്തിലെ കഷ്ടങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ക്ലേശങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഉപദ്രവങ്ങൾക്ക് ഈ ക്രിസ്തുവിൽ നിന്ന് വേർതിരിക്കാനായിട്ട് കഴിയില്ല. ഒന്നാം നൂറ്റാണ്ടിൽ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ വാക്കുകൾ എഴുതുന്നത്. ഇന്ന് ഛത്തീസ്ഗഡിലും യുപിയിലും മധ്യപ്രദേശിലും ഒക്കെ ജാർഖണ്ഡിലും ഒക്കെയുള്ള നമ്മുടെ സഹോദരന്മാർ ജയിലിൽ കിടക്കുമ്പോഴും അവർ പറയുന്നത് കൊന്നാലും ഞങ്ങളുടെ വിശ്വാസം ത്യജിക്കില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയില്ല. അത് എന്ത് കണ്ടില്ല ഇതാണ് കാണുന്നത്. ഈ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും കണ്ടിട്ടാണ്. അല്ലാതെ ഇവിടുത്തെ മതവിരോധികൾ ക്രിസ്തു വിരോധികൾ പറയുന്നത് പോലെ 100 രൂപയോ 50 രൂപയോ 1,00,000 രൂപയോ കണ്ടിട്ടല്ല. അവിടെ ആരും കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല, ഒരു പ്രലോഭനവുമില്ല, ഒരു ഭീഷണിയുമില്ല. ക്രിസ്തുവിന്റെ സ്നേഹമാണ് അവരെ ആകർഷിച്ചത്. ഇന്നലെ വരെ മര്യാദയ്ക്ക് നേരിച്ചോടിനും വസ്ത്രം കൊടുക്കാൻ അറിയാതിരുന്ന, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ അറിയാതിരുന്ന, എഴുതാനും വായിക്കാനും അറിയാതിരുന്ന, സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കടന്നു വരാൻ കഴിയാതിരുന്ന മനുഷ്യർ ദൈവസ്നേഹത്താൽ ആകർഷകരായവരുടെ ജീവിതത്തിലെ ദുശീലങ്ങൾ മാറി നല്ലവരായി തീർന്നപ്പോൾ അവരുടെ ജീവിത അനുഭവങ്ങളാണ് അവരെ കർത്താവിനോട് അടുപ്പിക്കുന്നത്. സഹോദരൻ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, നല്ലപോലെ ചേട്ടാ പയ്യ ഞങ്ങളെ വിശ്വാസത്തിൽ വന്നേപ്പോഴും ശരിക്കും ഫുഡ് കഴിക്കാൻ പഠിച്ചത്. ഒരു കയ്യിൽ റൊട്ടിയും മലയിലും ക്യാഷ്, ഒരു സവാളയോ അല്ലെങ്കിൽ അറിയാം, ഒരു മുളക്, ഒരു പച്ചമുളക് നിങ്ങൾ ചെന്ന് നോക്കണം. കേട്ടില് പണിയാൻ, കൃഷിഭൂമിയിൽ പാടത്ത് പണിയാൻ പോകുന്നവര് റൊട്ടി പൊതിഞ്ഞോണ്ട് പോകും. കറിയൊന്നുമില്ല, കറി ഉണ്ടാകാന റൊട്ടി പൊതിഞ്ഞോണ്ട് പോയിട്ട് അതിന്റെ കൂടെ ഒരു സവാള ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ ഒരു പച്ചമുളക് ഉണ്ടാകും. ഇത് ചുറ്റി പിടിച്ച് ഇത് കഴിയും, ഇപ്പുറത്ത് ഒരു മുളക് കഴിയും. അങ്ങനെ കഴിയും. അത് മാറ്റിയതാരാ? ക്രിസ്തുവാണ്. മിഷണറിമാരല്ല, സുവിശേഷന്മാരല്ല, അവരൊന്നുമല്ല. അവരെ ഈ കാര്യങ്ങളെ അറിയിക്കുന്നത് സന്ദേശമാണ്. ക്രിസ്തു രൂപാന്തരം വരുത്തി, ക്രിസ്തു രക്ഷ നൽകി, ആത്മരക്ഷ നൽകി, ദേശസ്കരണത്തിന് ഉറപ്പ് നൽകി, ജീവിതത്തിനും കള്ളു കുടിച്ച് വീട്ടിന് അലമുണ്ടാക്കി സമാധാനമില്ലാതെ നടന്നവര് മിടുക്കന്മാരായിരുന്നു. ഈ ക്രിസ്തുവിനെ വിട്ടുപോകാനായിട്ട് അവർ ഒരിക്കലും കഴിയും. വിട്ടു പോകുന്നവരാരാണെന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിനെ ഈ ഉദ്ദേശത്തോടു കൂടെ സമീപിക്കാത്തവരാണെങ്കിൽ, ലാഭത്തിന് വേണ്ടി വരുന്നവരാണെന്ന് വിട്ട് അടുത്ത വാക്യം പറയും. നാമവും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കും. നമ്മളെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കുന്നത് Yet in all these things we are more than conquerors through the In all these things we are more than conquerors. Conquerors എന്താ? നിങ്ങൾ പട്ടാളത്തിലായിരുന്നു. കോൺകർ ചെയ്യുന്നത്, പിടിച്ചടക്കുന്നത്, ജേതാക്കൾ. We are more than conquerors. ജേതാക്കൾ, വിജയിക്കുന്നവരെക്കാൾ വലിയവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും.
ജയിക്കുന്നവരെക്കാൾ ലോകത്തിൽ യുദ്ധം ചെയ്ത് നെപ്പോളിയൻ പറഞ്ഞതാണ് അല്ലേ, ഞാനും അലക്സാണ്ടറും ഒക്കെ വാളുകൊണ്ട് രാജ്യങ്ങൾ കീഴ്പ്പെടുത്തി. അല്ലയോ നസ്രായ, ഞങ്ങൾ തോൽക്കും, നീ ജയിച്ചു. നിന്റെ സ്നേഹത്താലുള്ള സ്നേഹത്തിന്റെ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിന്ന് വിജയിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഈ മുൻനിർണയത്തിൽ വിളിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അവര് തോറ്റു പിന്മാറി ഓടുന്നവരല്ല, ഭയപ്പെടുന്നവരല്ല. പട്ടിണിയോ ആപത്തോ വാളോ നഷ്ടതയോ ഒന്നും വരട്ടെ. എന്നിട്ട് ദേവദാസൻ ഒന്നും കൂടെ നോക്കുക. ഈ ആദ്യം പറഞ്ഞ പട്ടിണിയും നഷ്ടതയും ആപത്തും വാളും കൂടാതെ ഒന്നും കൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുക, പ്രപഞ്ച ശക്തികളിലേക്ക് ഒന്ന് നോക്കുകയാണ്. അതാണ് അടുത്ത വായി. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ പ്രപഞ്ചത്തിലെ ഒരു ശക്തി, അത് മരണമാകട്ടെ, ജീവനാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ദൂതന്മാരാകട്ടെ, ഉയരമാകട്ടെ, ആഴത്തിലുള്ളതാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, ഇപ്പോഴുള്ള പ്രശ്നങ്ങളാകട്ടെ, വരുവാനുള്ള പ്രതിസന്ധികളാകട്ടെ, ഒന്നിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കാനായിട്ട് കഴിയില്ലെന്ന് ഞാൻ തീരുമാനമാണ്. രക്ഷ എന്നുള്ളത് ഒരു തീരുമാനത്തിലാണ്, ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ്. അനേകരെ സംബന്ധിച്ച് ഇത് പറഞ്ഞ അനേകരെ സംബന്ധിച്ച് സാഹചര്യങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. സംഭവങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെയാണ് ആളുകളെ നിയന്ത്രിക്കുന്നത്. ദൈവങ്ങളെ ഒരിക്കലും അങ്ങനെയാണ്. നിരന്തരമായി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ചിന്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, പാട്ടെടുത്ത് പാടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കോറസ് ആരാധന മധ്യത്തിൽ പാടുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അത് നിർത്തുകയാണ്. പെട്ടെന്ന് നിർത്തും. എന്റെ പാടും പാടുന്നുണ്ട് മൗനമായിട്ട് എന്റെ ചിന്തകൾ പറയാൻ സ്വന്തം ചെയ്യാൻ അതാണ് മറ്റേ പുള്ളി അത് ചെയ്തു, ഇയാളെ ചെയ്തു, അവരങ്ങനെ പറഞ്ഞു. സംഭവങ്ങളും സാഹചര്യങ്ങളാണ് ആളുകളെ ചെയ്യുന്നത്. തികച്ചും തെറ്റാണ്. നിനക്ക് ക്രിസ്തുവിനോട് സ്നേഹമില്ലേ? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് സ്നേഹമില്ലേ? ക്രിസ്തുവിന്റെ ശരീരത്തോടും ശരീരമാകുന്ന സഭയോടും തലയാകുന്ന ക്രിസ്തുവിനുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. അവന്റെ സ്നേഹത്താൽ അതിൽ നിന്ന് തന്നെ പിരിക്കാനായിട്ട് ആർക്കും കഴിയില്ല. തലയോ വിശ്വാസികളോ സൗരന്മാരെ എന്തും അവർ മാറണം. അതാണ് എബ്രായർ പറയുന്നത്. നിങ്ങളെ ദൈവവചനം അഭ്യസിപ്പിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരെ അനുകരിപ്പിൻ. അടുത്ത വാക്യം പറയുന്നത് ക്രിസ്തുവേശു ഇന്നലെയും ഇന്നും എന്നേക്കും അവർ പോകും, അവർ മാറും. അവരുടെ സ്വഭാവത്തിന് ചിലപ്പോ ഇന്ന് നിൽക്കുന്നവൻ ചിലപ്പോ തലയെ കുറിച്ച് നാളെ താഴെ വിടും. ഞാനില്ല, ഞാൻ അവയെ ഒരു നാളും തല്ലിക്കളയുകയില്ല, ഞാൻ അവയെ ഒടുക്കത്തെ നാളിൽ കർത്താവുമായി അവൻ നമ്മെ അവസാനം വരെ കൊണ്ടുപോകാൻ മതിയാകുന്നതാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കയ്യിലാകിയ നമുക്ക് ആകുലപ്പെടാൻ സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കാം. ധീരതയോടുകൂടെ, അല്പം തീക്ഷ്ണതയോടുകൂടെ നമ്മുടെ മുന്നോട്ട് നയിക്കാനായിട്ട്